അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റമളാൻ മാസത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ ഒരു കാര്യമുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതെന്താണ്? സലാമത്ത് സ്വദർ. എന്താണ് ഈ സലാമത്ത് സ്വദർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ മനസ്സ് ക്ലീൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ് വൃത്തിയാക്കണം. നമ്മൾ എന്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ വൃത്തിയാക്കേണ്ടത്? മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, വെറുപ്പ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ, അങ്ങനെ പലരോടുമുള്ള നമ്മുടെ ബന്ധം പലപ്പോഴും ശക്തമല്ല. പലരോടും പിണങ്ങിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പലരെക്കുറിച്ചുമുള്ള വെറുപ്പ് കൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. പലരോടുമുള്ള ശത്രുത നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ പലർക്കും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കണം. എന്നിട്ട് മനുഷ്യബന്ധങ്ങൾ നമ്മൾ നന്നാക്കണം. അപ്പോഴേ റമളാനിനെ സ്വീകരിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകൂ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. നമുക്ക് ഈ മാസത്തിൽ പാപമോചനം ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മൾ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി വീട് വൃത്തിയാക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വീട്ടിലെ മെമ്പർമാർക്കിടയിൽ ശത്രുതയും വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ വെറും വീട് വൃത്തിയാക്കിയത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി പള്ളി നമ്മൾ വൃത്തിയാക്കാറുണ്ട്. പക്ഷെ ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന വ്യക്തികൾ പരസ്പരം മിണ്ടുന്നില്ല, പരസ്പരം അവർക്കിടയിൽ വെറുപ്പുണ്ട്, പലരോടും ശത്രുത ഉണ്ട് എങ്കിൽ അതുകൊണ്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്, നമ്മൾ ആരോടൊക്കെയാണോ പിണങ്ങി നിൽക്കുന്നത്, ആരോടൊക്കെയാണോ നമുക്ക് വെറുപ്പുള്ളത്, അതൊക്കെ മാറ്റി അവരോടൊക്കെ നന്നായി നമ്മുടെ മനസ്സെപ്പോഴും സ്ഫുടം ചെയ്തുകൊണ്ടാണ് ഈ മാസത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, റമളാൻ മാസത്തിൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യാറുണ്ട് എന്ന്. എന്നാൽ റമളാനിൽ മാത്രമല്ല സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. ഇമാം മുസ്ലിം 2565 നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. എന്നിട്ട് ഫയഗ്ഫിറുല്ലാഹു അസ്സ വജൽ ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ഒരാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. ആരാന്നറിയോ? ഇല്ലാ റജുലൻ കാന ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന. ഒരാൾക്ക് ആ വ്യക്തിയും അയാളുടെ സഹോദരനും അയാളുടെ സുഹൃത്തും തമ്മിൽ പിണക്കത്തിലാണ്. ആ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അയാളെ കുറിച്ച് എന്താ പറയുന്നത്? അന്ദിറു ഹാദൈൻ. ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് നിങ്ങൾ ഒന്ന് സാവകാശം കാണിക്കുവിൻ എന്ന് മലക്കുകളോട് പറയും. അവര് നന്നായി വരുന്നത് വരെ എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവരെങ്ങനെയാണ്? അദാവത്തുൻ തംലഉൽ ഖൽബ് എന്നാണ് വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അവരുടെ ഹൃദയത്തിൽ അവർ രണ്ടുപേരും പരസ്പരം ശത്രുത നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് പാപമോചനം കിട്ടുകയില്ല. അപ്പൊ ഈ മാസത്തിൽ നമ്മൾ പാപമോചനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. റബ്ബ് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ മാസത്തെ സ്വീകരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്യണം. സലാമത്ത് സ്വദർ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.